This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman. നമസ്കാരം. അവർ ടി വി 24/7 ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയൊരു അതിഥിയാണ് ഫാദർ പോൾ പൂവത്തുങ്കൽ. പാടും പാതിരി എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്കും അതുപോലെ തന്നെ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. അപ്പം ഫാദർ ഇപ്പം ശരിക്കും പറഞ്ഞാൽ UK നിന്ന് അല്ല, ഞാൻ US പോയിട്ട് മടക്കം നാട്ടിലേക്ക് പോകുന്ന യാത്രയിലാണ്. അപ്പോൾ ഇവിടെ ഒരു 2 ആഴ്ച ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ ഇറങ്ങിയതാണ്. ഓക്കെ. അങ്ങയുടെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അദ്ദേഹം അങ്ങ് പിന്നെ ഒരു കച്ചേരി നടത്താറുണ്ട് അല്ലേ? അപ്പം കച്ചേരിയും ലൈറ്റ് മ്യൂസിക്കും ചെയ്യുന്നുണ്ട്. അതിലുപരിയായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നത് വോക്കൽ ട്രെയിനിങ്, അതാണ് ബേസിക്കലി. അതെ അല്ലേ? ഈ വോക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ശബ്ദം എന്ന് പറയുന്നത് തന്നെ ഒരു ഈശ്വര ദാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അപ്പോൾ ആ ശബ്ദം അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, മനുഷ്യർക്ക് തന്നെ ഇല്ല, പക്ഷി മൃഗാദികൾക്കൊക്കെ ശബ്ദമുണ്ട്. അപ്പോൾ വോയിസ് എന്ന് പറയുന്നത് ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഉപകരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ ഇന്ന് ഒരുപാട് മനുഷ്യർ ശബ്ദം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയാം, ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ആക്ടേഴ്സ്, സിംഗേഴ്സ്, ലോയേഴ്സ്, അങ്ങനെ ഡബ്ബിങ് ആർട്ടിസ്റ്റ്, അങ്ങനെ വലിയൊരു നിരയിലെ തന്നെ ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോൾ ഈ ശബ്ദത്തെ എങ്ങനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ശബ്ദം എങ്ങനെ സുഗമമായി ഉത്പാദിപ്പിക്കാം, ഈസി വോയിസ് പ്രൊഡക്ഷൻ ടെക്നിക്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പുതിയ ശാസ്ത്രമാണ് വോക്കോളജി എന്ന് പറയുന്നത്. വോക്കോളജി എന്ന് പറയുന്ന ശാസ്ത്രം അമേരിക്കയിൽ ഉത്ഭവിച്ചതാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് തൃശ്ശൂരിൽ ചേതന, ഞാനത് പുറത്ത് അമേരിക്കയിൽ കൊളറാഡോയിൽ നാഷണൽ സെൻറ്റർ ഫോർ വോയിസ് ആൻഡ് സ്പീച്ചിൽ പഠിക്കാനിടയായി. അങ്ങനെ വന്നിട്ട് ഇവിടെ ചേതന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോക്കോളജി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയത് തൃശ്ശൂരിലാണ്. അപ്പോൾ അവിടെ നമ്മൾ എല്ലാ ബുധനാഴ്ച എനിക്കൊരു വോയിസ് ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ്, അതുപോലെ തന്നെ ശബ്ദ രോഗങ്ങളുള്ള കുറേ ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള വോക്കൽ കോഡ് പാരാലിസിസ്, വോക്കൽ കോഡ് നൊഡ്യൂൾ, ചില ഈ സ്വനപേടകത്തിൽ തടിപ്പ് വരുന്നു, അങ്ങനെ ശബ്ദ സംബന്ധമായുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ മരുന്നുകളില്ലാതെ നമ്മൾ സുഖപ്പെടുത്തുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് ഈ വോക്കോളജി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് 2 കാര്യങ്ങളുണ്ട് അതിൽ. ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ്റെ ശബ്ദത്തെ എങ്ങനെ ശാക്തീകരിക്കാം, എങ്ങനെ ശാസ്ത്രീയമാക്കാം, എങ്ങനെ ചിട്ടപ്പെടുത്താം, അല്ലെങ്കിൽ സുഗമമായി എങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് ഒന്നാമത്തെ ഭാഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ എക്സർസൈസുകൾ, പ്രാണായാമ പ്ലസ് വോയിസ് വാമിംഗ് അപ്പ് എക്സസൈസ്, അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശബ്ദത്തിന് കുഴപ്പങ്ങളില്ലാതെ നമുക്ക് അതിനെ സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ വോക്കോളജിക്ക് 2 വശങ്ങളാണ്. ഒന്ന്, നമ്മുടെ ശബ്ദത്തെ കുഴപ്പങ്ങളില്ലാതെ സംരക്ഷിക്കാനുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു തരും. മറുവശത്തിന് ശബ്ദ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ശാസ്ത്രീയമായി പരിഹരിക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടീച്ചർക്ക്, സ്കൂൾ ടീച്ചർക്ക് വോക്കൽ നൊഡ്യൂൾ, തടിപ്പ് വന്നു കഴിഞ്ഞാൽ ഉടനടി അവർ ENT ഒരു ഡോക്ടറെ കാണാൻ പോകും. ഒരു പക്ഷേ ENT ഡോക്ടർ പറയും ഒരു ഓപ്പറേഷൻ ചെയ്യണം, അത് മാറ്റാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് പേടിയായി. അപ്പോൾ അവരന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ അച്ഛൻ്റെ വോയിസ് ക്ലിനിക്ക് ഉണ്ടെന്ന് അവരറിയുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രാണായാമ, അതുപോലെ തന്നെ ഈ വോയിസ് വാമിങ് എക്സസൈസിലൂടെ അവരുടെ ഈ നൊഡ്യൂളിനെ, ഈ സ്വനപേടക തന്ത്രിയിൽ വന്നുള്ള തടിപ്പിനെ 3 ആഴ്ച കൊണ്ട് ഇല്ലാതാക്കുകയാണ്. അപ്പം മരുന്നുകളൊന്നും ഇല്ലാതെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പം നമ്മളുടെ അവിടെ എല്ലാ ബുധനാഴ്ചയും തൃശ്ശൂർ ചേതനയിൽ വോയിസ് ക്ലിനിക്ക് ഉണ്ട്. എനിക്ക് ഉമ്മൻചാണ്ടി സാറിന് പോലും ഒരിക്കൽ ചികിത്സിക്കാനുള്ള ഒരു അവസരം കിട്ടുകയുണ്ട്. ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ശബ്ദ പ്രശ്നം ഉണ്ടായിട്ട്. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സെഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് മരുന്നുകളുടെ സാന്നിധ്യമില്ലാതെ ശബ്ദത്തെ മനോഹരമായിട്ട് ചിട്ടപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ് ഈ വോക്കോളജി അല്ലെങ്കിൽ ശബ്ദശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ വോയിസ് ക്ലിനിക്ക് മാത്രമല്ല, നമ്മൾ
ഇടയ്ക്ക് വർഷത്തിലൊരിക്കൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തും. അപ്പോൾ എല്ലാ ശബ്ദ ഉപയോക്താക്കളെ നമ്മൾ അറിയിക്കുക. അപ്പോൾ അവർക്ക് 3 ഡേ അവിടെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള വർക്ക്ഷോപ്പ് നമ്മൾ നടത്താറുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്ന് ദുബായിലും അബുദാബിയിലെ കുറച്ച് സ്കൂളുകളിൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം, കാരണം ടീച്ചർമാർക്ക് ഒരുപാട് ശബ്ദ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് നമുക്കുണ്ട്. അങ്ങനെ വോക്കോളജീനെ മാക്സിമം പോപ്പുലറൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന ഒരു അവസരം കൂടിയാണത്. അല്ല, ഫാദറിന് ഈ പറയും പോലെ ഇപ്പം ആർക്കെങ്കിലും ഇങ്ങനെ ശബ്ദത്തിന് പ്രശ്നമുള്ളവർ, പലരും സ്കൂൾ ടീച്ചർ ആയിക്കോട്ടെ, അപ്പം ഫാദറിന് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത്? അവർ സാധാരണ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, ചേതന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോക്കോളജിക്ക് വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് വഴിയായിട്ട് പലരും ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റിന് വേണ്ടി ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അതിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും, ഓൺലൈനിൽ അപ്പോയിൻമെൻറ്റ് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ഇമെയിൽ, പിന്നെ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് ആൾക്കാർ കൂടുതലായിട്ട്. ഇപ്പം ഞാൻ കൊറോണ കാലത്ത് ഒരുപാട് പേരെ, പ്രത്യേകിച്ച് ഡൽഹി, നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് ഒരുപാട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിരുന്നു ഓൺലൈനിലായിട്ട്. അത് ശരി. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സുകളും ഉണ്ടാകുമല്ലോ. അപ്പം അതിലേക്ക് എത്താൻ വേണ്ടി ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, അത് എങ്ങനെയാണ്? നമ്മൾ ഇപ്പോൾ വോയിസിനെ സംബന്ധിച്ചുള്ള കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3 ഡേ വോയിസ് വർക്ക്ഷോപ്പ് മാത്രമാണ്, ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത അക്കാഡമിക് ഇയറിൽ തൃശ്ശൂരിൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ആദ്യമായിട്ട് ഒരു വോക്കോളജി ഡിപ്ലോമ തുടങ്ങാനുള്ള നമുക്കൊരു ആലോചനയുണ്ട്. അപ്പോൾ കാരണം കൂടുതൽ വോക്കോളജിസ്റ്റ്, ഈ ശബ്ദ ചികിത്സ നടത്തുന്ന ആളുകളെ വോക്കോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ വോക്കോളജിസ്റ്റുകളെ നമ്മുടെ സമൂഹത്തിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ വായുവാണ്. അപ്പോൾ വായു നമ്മുടെ സ്വനപേടക എന്താ പറയുക, നമ്മുടെ ശ്വാസ നാളത്തിൽ കൂടെ കയറി വരുന്ന വായു സ്വനപേടകത്തിൽ കയറി സ്വനപേടക തന്ത്രികളിലൂടെ തട്ടുമ്പോഴാണ് വായിലൂടെയും മൂക്കിലൂടെയും അത് പ്രതിധ്വനിക്കുന്നത്, ശബ്ദമായി മാറുന്നത്. അപ്പോൾ എൻ്റെ ശബ്ദം എന്ന് പറയുന്നത് എൻ്റെ വായുവാണ്. അപ്പോൾ എനിക്ക് വായു ബലം കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നമാണ്, എനിക്ക് എൻ്റെ ശബ്ദം വീക്കാവും. അപ്പോൾ ഇന്ന് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഈ എയറൊക്കെ ഭയങ്കര പൊല്യൂട്ടഡാണ്, ഓട്ടോമൊബൈൽ പൊല്യൂഷൻ, പലതരത്തിലുള്ള പൊല്യൂഷൻ. അപ്പോൾ ഇന്ന് ആളുകൾക്ക് റെസ്പിറേറ്ററി ഇഷ്യൂസ്, അതുപോലെ തന്നെ വോയിസ് പ്രോബ്ലംസ് പണ്ടത്തേക്കാൾ കൂടുതൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വോക്കോളജിസ്റ്റുകൾ, ഇപ്പോൾ ഞാനൊരാൾ മാത്രം ഇന്ത്യയിൽ ഒരു ക്ലിനിക്ക് നടത്തിക്കൊണ്ട് ഒരു കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോരാ. അപ്പോൾ കൂടുതൽ വോക്കോളജിസ്റ്റുകളെ സമൂഹത്തിലേക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒരു യൂണിവേഴ്സിറ്റി സിലബസിൽ കയറി വരുമ്പോൾ കൂടുതൽ ചെറുപ്പക്കാർ ഇത് പഠിക്കാനും അങ്ങനെ അവർ അതൊരു ഉപജീവന തൊഴിലായിട്ട് എടുക്കാനുള്ള സാധ്യതകൾ നമുക്ക് അങ്ങനെ കുറേ ആളുകൾക്ക് ഒരു ജോലി അതുവഴിയായിട്ട് സംഭവിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതകൾ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം അവിടെ ഇപ്പം എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പം ഉള്ളത് ഓക്കോളജിയുടെ ഇതാണ് പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 32 വർഷമായിട്ട് സംഗീത സാധനയിലാണ്. ഞാൻ നമ്മളുടെ എല്ലാവരുടെയും വളരെ ആരാധന പാത്രമായിട്ടുള്ള ഗാനഗന്ധർവനായിട്ടുള്ള ദാസേട്ടൻ്റെ ഒരു എളിയ ശിഷ്യനാണ്. അപ്പോൾ നമ്മൾ ഈ 32 കൊല്ലമായിട്ടുള്ള എൻ്റെ ഈ നാദോപാസനയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, സംഗീതം എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു മരുന്നാണ് മനുഷ്യന്. മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പുഷ്ടിപ്പെടുത്താൻ, അതിനെ മനോഹരമാക്കുവാൻ ശക്തിയുള്ള ഒരു നാച്ചുറൽ, ഈശ്വരൻ എന്നുള്ളൊരു ദിവ്യമായിട്ടുള്ള ഔഷധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് സംഗീതത്തിൻ്റെ സ്പിരിച്വൽ ആൻഡ് അല്ലെങ്കിൽ അതിൻ്റെ തെറാപ്റ്റിക് ഡയമെൻഷൻസ് ഇപ്പോൾ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ഡയമെൻഷന് കൂടുതൽ ആൾക്കാർ പ്രാധാന്യം കൊടുക്കുന്നത്. അതിനേക്കാൾ ഉപരി അതിൻ്റെ എന്താ പറയുക ആത്മീയമായിട്ടുള്ള തലം, അതിൻ്റെ എന്താ പറയുക തെറാപ്റ്റിക്, അതിൻ്റെ സൗഖ്യദായകമായിട്ടുള്ള സ്ഥലം അതിനുണ്ട്. അപ്പോൾ ആ തലത്തെ നമ്മൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന ആശ്രമം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ആശ്രമം തുടങ്ങാനുള്ള ഒരു തൃശ്ശൂരിൻ്റെ സബർബിൽ തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അപ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തന്നെ പടുത്തുയർത്തപ്പെടാൻ പോകുന്ന ഒരു ആശ്രമമാണ്. അപ്പോൾ ഈ ആശ്രമത്തിൽ 5 ആലയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ആലയമാണ് ധ്യാന ആലയം എന്ന് പറഞ്ഞ ഹൗസ് ഓഫ് മെഡിറ്റേഷൻ. അപ്പം മെഡിറ്റേഷൻ ഇന്ന് മ്യൂസിക് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ നടത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മ്യൂസിക്, സംഗീതപരമായിട്ടുള്ള മെഡിറ്റേഷൻ. അപ്പം അത് ഇന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബോഡി മൈൻഡ് ഡീസ്ട്രെസ് ചെയ്യാനായിട്ട്, നമ്മുടെ
എന്താണ് അമിതമായിട്ടുള്ള ശാരീരിക മാനസികമായ സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ BP ഒക്കെ കൂടിയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പം അമിത സമ്മർദ്ദങ്ങളെ കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ടൂള് മ്യൂസിക്കാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മളവിടെ ഈ ആശ്രമത്തിൽ മ്യൂസിക് മെഡിറ്റേഷൻസ് ചെയ്യാണ്. അപ്പം ഈ ആശ്രമം ഒരു സർവ്വമത ആശ്രമമാണ്. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, എല്ലാവർക്കും വരാം അവിടെ. അവിടെ നമ്മൾ നടത്താൻ പോകുന്നത് വളരെ യൂണിവേഴ്സൽ, സാർവത്രികമായിട്ടുള്ള എന്താ പറയുക, തീമുകളാണ്. സ്നേഹം, കരുണ, സത്യം, നീതി, അല്ലെങ്കിൽ രാഗം, താളം, ആകാശം, ഭൂമി, അങ്ങനെയുള്ള സാർവത്രികമായുള്ള. അപ്പൊ അവിടെ ഒരു ചേരിതിരിവോ ഒന്നുമില്ല. കാരണം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ചിന്ത വെച്ച് കഴിഞ്ഞാല് മനുഷ്യരെല്ലാവരും നമ്മൾ ഒന്നാണ്. നമ്മൾ ഈ ലോകത്തിൽ ഒരു ദൈവത്തിന്റെ മക്കളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ജാതി മതമൊക്കെ നമുക്കുണ്ട് എല്ലാവർക്കും, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, ആ ഐഡന്റിറ്റി ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കൊരു മനുഷ്യ സ്നേഹം, ഒരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തികളായിട്ട് മാറുന്ന അപ്പൊ ഈ സംഗീതം എന്ന് പറയുന്ന വലിയൊരു സ്പിരിച്വൽ അമ്പർലയാണ്. ഒരു ആത്മീയ കുടക്കീഴിൽ എല്ലാവരെയും ജാതിക്കും മതത്തിനും അതീതമായിട്ട് കൂട്ടിക്കെട്ടാനുള്ള ഒരു ശ്രമമാണ് ഈ ഗാനാശ്രമം എന്ന് പറയുന്നത്. അതിൽ രണ്ടാമത്തെ കാര്യമാണ് സംഗീതാലയം. ഇപ്പൊ സംഗീതാലയത്തിൽ നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇന്ന് ജനറൽ മ്യൂസിക് തെറാപ്പി ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ടെൻഷൻ വന്നു, അപ്പൊ നമ്മള് നല്ലൊരു പാട്ട് കേട്ട് നമ്മൾ റിലീസ്ഡായി, നമുക്ക് ആ ടെൻഷനൊക്കെ പോയി, അത് റിലാക്സേഷൻ. അതാണ് ജനറൽ മ്യൂസിക് തെറാപ്പി. അവിടെ മ്യൂസിക് ഹാസ് ബീൻ യൂസ്ഡ് ആസ് എ സോഷ്യൽ സയൻസ്, ഒരു എന്താ പറയാ, സാമൂഹ്യമായിട്ടുള്ള ശാസ്ത്രമായിട്ട് തന്നെ കണക്കാക്കുന്നത്. ഇവിടെ ഈ ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പിയിൽ ഈ സംഗീതത്തെ ഒരു ന്യൂറോ സയൻസ് ആയിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ന്യൂറോ സയന്റിസ്റ്റ്, ഈ മസ്തിഷ്ക ശാസ്ത്രജ്ഞന്മാർക്ക് അവർ പറഞ്ഞു വയ്ക്കുന്നത് മനുഷ്യന്റെ മസ്തിഷ്കത്തെ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാൻ, അല്ലെങ്കിൽ അതിനെ ഉദ്ദീപിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല, സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉപകരണം സംഗീതമാണെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് അധികം ഉദ്ദീപനം വേറെ ഒരു കാര്യത്തിൽ നടക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ അവര് ബ്രെയിൻ ഇമേജിംഗ് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ ഇതെല്ലാം ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് അമേരിക്കയിലെ കൊളറാഡോയിൽ 1999 ഉത്ഭവിച്ച ഒരു സംഗീത ചികിത്സാ പദ്ധതിയാണ് ഈ ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത്. ഇതും ഞങ്ങളവിടെ പ്രധാനമായിട്ട് ഓട്ടിസം, സെർബറൽ പാൾസി, മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ചേതനയിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളവിടെ ഒരു പെൺകുട്ടി പൂജ രമേഷ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അവള് ഇപ്പൊ BA മ്യൂസിക് കഴിഞ്ഞു, MA മ്യൂസിക് കഴിഞ്ഞു. BA മ്യൂസിക് പഠിക്കാൻ വരുന്ന സമയത്ത് കുട്ടിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പേര് ചോദിച്ചാൽ അവളെങ്ങനെ നോക്കുള്ളൂ. ഇപ്പൊ അവള് എന്തും സംസാരിക്കും. അപ്പൊ നമ്മള് അവരുടെ ഈ മ്യൂസിക്കൽ ടാലൻസിനെ 1-to-1 ട്രെയിനിങ്ങിലൂടെ ടീച്ചേഴ്സിനെ വെച്ച് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ കൂടുതൽ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യുന്ന പറയുന്നത്. നമ്മൾ സംഗീതപരമായിട്ടുള്ള ഏത് ആക്ടിവിറ്റീസും കൂടി കഴിഞ്ഞു, പാട്ട് പാടാം, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കലായാലും ന്യൂറോൺസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യും. അപ്പൊ ന്യൂറോൺസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവര് ന്യൂറോ സയൻസിൽ പറയുന്നത് ന്യൂറോ ജാനസിസ് എന്നാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നവർ. അപ്പോൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സാധ്യതയുണ്ട്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മസ്തിഷ്കത്തിന് റീകണക്റ്റീവ് കപ്പാസിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനും ഷാജി ഇപ്പോൾ നോർമലായി ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള, മസ്തിഷ്കത്തിൻ്റെ ഉള്ളിലുള്ള ഈ ചെറിയ ചെറിയ സട്ടിലായിട്ടുള്ള കണക്ഷൻസ് മുഴുവൻ കറക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികൾ അങ്ങനെയല്ല, ഈ ഓട്ടിസം, സെർബ്രൽ പാൾസി. അപ്പോൾ അവർക്ക് നമ്മൾ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിലൂടെ റീകണക്റ്റീവ് ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം, കൂടുതൽ ന്യൂറോൺസ് കയറി വരുമ്പോൾ. അപ്പോൾ ഇവരുടെ കോൺഫിഡൻസ് കൂടുന്നു, ഇവർ സംസാരിക്കാൻ തുടങ്ങുന്നു, ചിലവർ ഇവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ ബെറ്റർ ആകുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് തൃശ്ശൂരിലെ റീജിയണൽ തിയേറ്റർ, അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ 15 ഓട്ടിസ്റ്റിക് കുട്ടികളെ കൊണ്ട് ലൈവ് ഓർക്കസ്ട്ര നടത്തി. അവര് ജസ്റ്റ് സിംഗ് ലൈക്ക് പ്രൊഫഷണൽ സിംഗേഴ്സ്. അപ്പോൾ ആളുകൾക്ക് ഇത് കണ്ടു ആകെ ഒരു ഞെട്ടിപ്പോയി ആൾക്കാർ. ഈ കുട്ടികൾക്ക് ഇത്രയും കപ്പാസിറ്റി ഉണ്ടോ? ഇവരെയൊക്കെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ സമൂഹത്തിൽ സൈഡ് ലൈൻ ചെയ്തിരിക്കുകയല്ലേ. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ നമ്മൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അവർ നല്ല സിദ്ധിയുള്ളവരാണ്, കഴിവുള്ളവരാണ്. അവരെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്ന് സമൂഹത്തിലത്തെ വലിയൊരു പ്രശ്നമാണ് ഈ ഓട്ടിസം, അല്ലെങ്കിൽ സെർബ്രൽ പാൾസി, അല്ലെങ്കിൽ ജനറൽ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പേരൻസ് ദേ ആർ ടോട്ടലി കൺഫ്യൂസ്ഡ്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പൊ അവർക്കൊരു പ്രത്യാശ, അവർക്കൊരു ആശ്വാസമായി മാറാൻ ഈ ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പിക്ക് കഴിയും എന്നുള്ള
പരീക്ഷണങ്ങളിലൂടെ നിന്ന് നമുക്ക് കുറേ ഒരു 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 ബോധ്യം ഉള്ളിൽ വന്നു. അപ്പോൾ അതിനു വേണ്ടി കൂടുതൽ സമയം, അപ്പോൾ ഈ ആശ്രമത്തിൽ അതിന് അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ താമസിപ്പിക്കുകയും ചികിത്സാ പദ്ധതികൾ നടത്തുകയും ചെയ്യും. നമുക്കിപ്പോഴും ഈ ആശ്രമത്തിന് ഫെസിലിറ്റി ആയിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ അമേരിക്കയിൽ നിന്ന് പോയി എന്ന് പറയുന്നില്ല, അപ്പം നമ്മൾ സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് മുന്നോട്ട്. അതുപോലെ ദുബായിലും അബുദാബിയിലും ഒക്കെ ഞാൻ ഇങ്ങനെ ഷാർജയിലൊക്കെ കൂടുതൽ ആളുകളായിട്ട് അവരുടെ സഹകരണം അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ കുട്ടികളെ താമസിപ്പിച്ചുകൊണ്ട് അവർക്ക് ചികിത്സ നടത്താനായിട്ട് ഉള്ളൊരു സംവിധാനം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അതുപോലെ തന്നെ ഇതിലത്തെ 4ാമത്തെ ആലയമാണ് കലാലയം. അപ്പോൾ ഇന്ത്യൻ സംഗീതവും നൃത്തവും ഗുരുകുല സ്റ്റൈലിൽ നമ്മൾ പഠിപ്പിക്കുകയാണ്. പണ്ടത്തെ ഒരു രീതിയാണ് ഗുരുകുലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗുരുകുല ശൈലിയിൽ ഇത് പഠിക്കുമ്പോഴാണ് അവർക്ക് നല്ല ഡെപ്ത് പെർഫോമൻസ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മൾ എടുക്കുള്ളൂ, പക്ഷെ അവരെ പെർഫോമേഴ്സ് ആക്കാനുള്ള ഒരു സംവിധാനം ഈ ആശ്രമത്തിലുണ്ട്. പിന്നെ 5ാമത്തേതാണ് യോഗ ആലയം. അപ്പോൾ യോഗ ഇന്ന് വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് മനുഷ്യ സമൂഹത്തിൽ, ലോകത്തിൽ എല്ലായിടത്തും പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഉപകാരം മനുഷ്യർക്ക് ഈ ഗാനാശ്രമത്തിൽ വരുമ്പോൾ അവർക്ക് അതിലൂടെ ബ്രീത്തിങ് ടെക്നിക്സ്, ആസനാസ്, മെഡിറ്റേഷൻ ടെക്നിക്സ് ഒക്കെ അവർക്ക് കൊടുക്കാനുള്ള ഒരു രീതിയാണ് ഈ ഗാനാശ്രമം എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ രാവും പകലും ഓടി നടക്കുകയാണ്, ആ ഒരു പ്രക്രിയയിലാണ് ഞാനിപ്പോൾ. ഓക്കെ, ഇത് 1, 2, 3 എനിക്കൊന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ ഇടയിൽ മിസ്സായി പോകുന്നു. പിന്നെ ഇത് 3ാമത്തെയാണ് നമ്മുടെ ശബ്ദ ആലയം. ശബ്ദാലയം അത് ഞാൻ പറഞ്ഞ വോയിസിന്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, വോക്കോളജി. അപ്പൊ ശബ്ദ ചികിത്സ എവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യന് സമാധാനം, സന്തോഷം. അവിടെ മ്യൂസിക് പാർക്കുകൾ ഉണ്ടാകും, പിന്നെ മ്യൂസിക് ഇന്ററാക്ഷൻ സെന്റേഴ്സ് ഉണ്ടാവും, മ്യൂസിക് മെഡിറ്റേഷന്റെ സ്ഥലമുണ്ട്. അപ്പോൾ ആളുകൾക്ക് അവിടെ വന്ന് താമസിക്കാം, 1 ആഴ്ചയോ 2 ആഴ്ചയോ. അവർക്ക് റിലാക്സ് ചെയ്യാം, അവർക്ക് ഒരു സമാധാനം. അവരുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ് എനർജിയാണ്. മനുഷ്യ ജീവിതത്തിൽ 2 തരം എനർജി എന്നാണ് പറയുന്നത്, പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. അപ്പൊ നമ്മൾ നെഗറ്റീവ് എനർജി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. ഇപ്പൊ ഷാജി തന്നെ ഈ ചാനലിന് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ ബോഡിയിലും മൈൻഡിലും ഉണ്ടാക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ വന്ന സ്ട്രെസ്സിനെ തിരിച്ച് നമ്മൾ വെന്റിലേറ്റ് ചെയ്യാനുള്ള, പുറത്തേക്ക് കളയാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാവണം. അതിനാണ് ഈ മ്യൂസിക് മെഡിറ്റേഷനും ഈ സംഗീതാത്മകമായുള്ള അന്തരീക്ഷം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആളുകൾ റിലാക്സ് ചെയ്യുമ്പോൾ അവരുടെ ബോഡിയും മൈൻഡിൽ നിന്ന് ഈ നെഗറ്റീവ് എനർജി കൂടെ പുറത്തേക്ക് പോവുകയും പോസിറ്റീവ് എനർജി സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് സമാധാനം, സന്തോഷം, നമ്മുടെ ഇന്നർ ഹാർമണി എന്ന് പറയും. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ സെൽസ് ഉണ്ടല്ലോ, കോശങ്ങൾ തമ്മിൽ പോലും ഒരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ ആ കോശങ്ങൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം ശരിക്കും നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആരോഗ്യവാന്മാരായിട്ട് നമ്മൾ ഇരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഈ സെൽ സ്ട്രക്ചർ ആകെ ഡാമേജ്ഡ് ആവും ചില ഏരിയയിൽ. അവിടുത്തെ നെഗറ്റീവ് എനർജിയുടെ ഫോർമേഷൻ കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ നമ്മുടെ ഇതൊന്നും ആളുകൾ പലപ്പോഴും കോൺഷ്യസ് ആകുന്നില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ, ഇപ്പൊ പറയില്ലേ നമ്മൾ മധ്യമാവധി എന്നുള്ള രാഗം പാടി കഴിഞ്ഞാല് സരിമ പനി സനി പമരീസ ഈ രാഗം പാടി കഴിയുമ്പോൾ നമ്മുടെ ഞരമ്പുകളുടെ ആ പിരിമുറുക്കം കുറയുന്നാണ് പറയുന്നത്. ശരി, അത്രയ്ക്ക് അതിന് സരിമ പനീനി ആ സ്വരങ്ങളുടെ സ്ട്രക്ചർ ഉണ്ടല്ലോ, 4th ഇന്റർവൽ 5th ഇന്റർവൽ, നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പൊ അത് ആ കോമ്പിനേഷനിൽ കൂടെ നമ്മുടെ വോയിസ് കയറി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ടെൻസ്ഡായി നിൽക്കുന്ന നമ്മുടെ ശരീരം വളരെ റിലാക്സ്ഡ് ആയിട്ട് ആ പോസിറ്റീവ് എനർജി ഈ മ്യൂസിക്കിലൂടെ കയറി വരുമ്പോൾ, അതെന്ന് പറഞ്ഞ് നമ്മുടെ ഞരമ്പുകളുടെ പിരിമുറുക്കം കംപ്ലീറ്റ് ലൂസാക്കി കളയെന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ സംഗീതത്തിന്റെ സാധ്യതകൾ അത്ഭുതകരമാണ്, അനന്തമാണ്. അപ്പൊ അതിനെ നമ്മൾ കുറേയും കൂടി ശാസ്ത്രീയമായി നമ്മുടെ സമൂഹത്തിന് സംലഭ്യമാക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യമാണ് ഞങ്ങൾക്ക് ഉള്ളത്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും ഇന്നിപ്പോ സമൂഹം കൂടുതൽ ഇങ്ങനെ വിഘടിച്ചുകൊണ്ടിരിക്കുകയാണ്, അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല, ആ മതിൽക്കെട്ടുകളൊക്കെ മാറ്റിയിട്ട് സ്നേഹത്തിന്റെ പാലം എല്ലാവരും ഉണ്ടാക്കി നമ്മളെല്ലാവരും ഒന്നാണ് ഈ സമൂഹം. ഇവിടെ യുദ്ധമല്ല ആവശ്യം, ഇവിടെ സമാധാനമാണ് ആവശ്യം എന്നുള്ള ആ സന്ദേശം സംഗീതത്തിലൂടെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകരാനുള്ള ശ്രമം. ഒരു കൾച്ചറൽ ഈവനിങ് ഗാനാശ്രമത്തിന് വേണ്ടി ദുബായിലും അബുദാബിയിലും സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ഫെബ്രുവരി 1st വീക്കിലും 2nd വീക്കിലും. അപ്പൊ കുറെ ആളുകളെ കാണാനും
അവരായിട്ട് അവരുടെ സഹായങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ. അപ്പം ഏതായാലും ഗാനാശ്രമത്തിനും ഫാദറിനും എല്ലാവിധ ആശംസകളും അവർ ടിവിയുടെ ഭാഗത്തു നിന്ന്. ശരി, ഷാജിക്ക് ഒത്തിരി നന്ദി. അവർ ടി വി വളർന്ന് വലുതാകട്ടെ, സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുന്ന പുതിയ ഒരു ചാനലായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഷാജി.